ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാ മക്കളെ വിശേഷം? ഞാനിപ്പോൾ നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. അവിടെ ഊഞ്ഞാലിലാടുകയാണ്. അവിടെ ഊഞ്ഞാൽ. അപ്പോളേ എന്തൊക്കെയാ മക്കളെ വിശേഷം? എല്ലാവരും ചോറൊക്കെ തിന്ന് കടന്നുറങ്ങിയോ? ഇവിടെ ഞാൻ ഇടയ്ക്കൊക്കെ വരലുണ്ടാവും. ഇപ്പോൾ കുറേ ആയി വന്നിട്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കൊരു ഊഞ്ഞാലിലടിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വല്ലാത്തൊരു മോഹം. അപ്പം ഞാനിന്ന് ഫോണുകൊണ്ട് പോകുന്നതാണ്. ഇവിടെ വൈഫൈനുണ്ട്, അത് കണക്റ്റ് ആക്കിക്കുകയാണ്. നെറ്റ് അവിടെ നെറ്റില്ലല്ലോ, ഫോണിൽ പൈസ ഒന്നുമില്ല കേട്ടോ. ആകെ ഇപ്പോൾ ടൈറ്റിലാണ് പൊന്നു മക്കളെ. എന്താണെന്ന് വെച്ചാൽ പൈസ വരും പോകും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് നമ്മളെ കയ്യിലൊന്നും ഇരിക്കില്ലല്ലോ. എല്ലാ വീട്ടിലുള്ള സാധനങ്ങളും ഇപ്പം ഇനി നോമ്പായില്ലേ, പച്ചക്കറികളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കണം. കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ അങ്ങനെ വാങ്ങലാണ്. അപ്പം ഇന്നലെ 500 റുപ്യ ഒരു പ്രൊമോഷൻ, 600 റുപ്യ 700 റുപ്യ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലൊരു 200 റുപ്യ ഇട്ടിട്ട് ബാക്കി 500 എടുത്തിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. കുറച്ച് കൊച്ചുള്ളിയും ഒരു ടൊമാറ്റോ ഒക്കെ മേടിച്ചിട്ടോ. ബാക്കി ഒരു ഫാൻസി ഉണ്ട്, കല്യാണം 16-ാം തീയതി ഉണ്ട്. നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു യൂട്യൂബർ തന്നെയാണ് കേട്ടോ, അനിയത്തിൻ്റെ കല്യാണമാണ്. അപ്പോൾ പുള്ളറ്റുമാനിക്ക ബോസും ഉണ്ട്, അവരെ ഫാമിലി ഉണ്ട്, ഞാനും ഉണ്ട് കേട്ടോ. വേറെ ആരെയൊന്നും ജെസിനി ഓല കൂട്ടുകാരത്തിയാളൊന്നും സപ്പൂസിനൊന്നും ഇല്ല കേട്ടോ. ഓൾക്കൊന്നുമില്ല. ചെറിയ കല്യാണം ആയതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പഴയ ഒരു ഫ്രണ്ടാണ് അവളെ. അപ്പോൾ അവളൊന്ന് വിളിച്ചപ്പോൾ പോവാതിരിക്കാനും കഴിയില്ല. പുള്ളറ്റുമാനിക്കുള്ളതല്ലേ. പുള്ളറ്റുമാനിക്കും അവരെ വൈഫും മാത്രം ഉണ്ടാവും. അവരെ കാറിൽ തന്നെ ഞങ്ങൾ പോകണം. ഞങ്ങൾ കോട്ടക്ക് വരെ ഞാനും വെല്ലുമ്മയും പോവും. പിന്നെ അവിടെ നിന്ന് പുള്ളറ്റുമാനിക്ക് കാർ കൊണ്ട് വരും എന്നൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇൻഷാ അള്ളാ പൈസ കയ്യിലൊക്കെ കിട്ടണം. കൊപ്പത്ത് ഇപ്പം ഇനി ഒരു പ്രൊമോഷന് ഓപ്പൺ ആവാണ്ട്. അപ്പോൾ ഇനി അവിടെ കല്യാണം 10-13 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് അവിടെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ എത്രാം തീയതി ആണെന്ന് പറയാൻ പറ്റില്ല. 11-ാം തീയതി ആയി. 13-ാം തീയതി വിളിക്കാതെ അവർ പറഞ്ഞിരിക്കണം. ഒരു ബ്യൂട്ടീഷ്യൻ്റെ ഒരു കടയാണ്, ബ്യൂട്ടി പാർലറെന്നാണ് തോന്നുന്നു. അങ്ങനെ ചെറിയ പ്രൊമോഷനായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും നമ്മളെ പ്രൊമോഷനൊക്കെ വിളിക്ക്, എന്നെങ്കിലല്ലേ നമുക്ക് സെലു കിച്ചണിന് എല്ലാവർക്കും പരിചയപ്പെടാമല്ലോ. അപ്പോൾ ഉദ്ഘാടനത്തിനൊന്നും പോയിട്ടില്ല. ചെറിയ കല്യാണ വിഷയലും അതുപോലെ പിന്നെ ബർത്ത്ഡേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ചെറിയ ഒരു പേയ്മെൻറ്റൊക്കെയാണ് കേട്ടോ കിട്ടുക. അത് അത്ര തന്നെ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ അല്ലേ, ഒരു 3-4 വരിയൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തലല്ലേ. അപ്പോൾ അതിൽ പാട്ട് വേണമെങ്കിൽ പാട്ടും പാടാം, സ്റ്റുഡിയോ പോയി ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ നമ്മൾ പോണത്. ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടിയോടെ പോകണം. അപ്പോൾ ഹസ്ബൻഡ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് വരും എന്നൊക്കെ. അപ്പോൾ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഹസ്ബൻഡിന് അതൊന്നും ഇഷ്ടമല്ല, വീഡിയോ ചെയ്യണമെന്നും വീഡിയോയിൽ ഇതാക്കണം. അപ്പോൾ ഊഞ്ഞാലിലാടുക ഞാൻ. അപ്പം നമുക്ക് നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇവിടെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ. ഈ ഊഞ്ഞാലാട്ടലൊക്കെ നല്ല ഉഷാറാണ്. കുട്ടികളെ ഊഞ്ഞാലാണെന്ന് വെച്ചാലും വലിയവർക്ക് ആടാനുള്ള സ്പേസും കാര്യങ്ങളും കുറച്ച് വലിയ ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പൊട്ടിച്ചാടും എന്നുള്ള പേടിയൊന്നും നിങ്ങൾ കരുതണ്ട. അപ്പോൾ എത്രയും വൈറ്റ് താങ്ങാനുള്ള കരുത്തുണ്ട്. അപ്പോൾ അത്ര നമ്മൾ പേടിക്കൊന്നും വേണ്ട, ഉള്ള പേടിയൊന്നും ഇല്ലായിരിക്കും കേട്ടോ. നിങ്ങൾ വിചാരിച്ചും ഇവളിപ്പോൾ ഇത് പൊട്ടിച്ചാടും ഇപ്പോൾ ആ ഊഞ്ഞാലും മാടിയിട്ട് എന്നൊക്കെ വിചാരിക്കണ്ട. അത്ര വൈറ്റൊന്നും ഞാനില്ല. കണ്ടാൽ ഉള്ളു വെള്ളമാണെങ്കിലും ആളത്രക്കൊരു ഇതൊന്നുമില്ല, കപ്പാസിറ്റി ഒന്നും ഇല്ല കേട്ടോ. അപ്പം എന്ത് പാട്ടാ നമുക്ക് പാടാ? കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ മുല്ലപ്പൂവിൻ ചേലുള്ളോളേ പ്യാരെ മേരേ ദിൽ കി റാണി ലേസല്ലക്കി തൂയെ പാഴേ നീ എൻ്റെ ഇടനെഞ്ചിൽ ചായുന്ന നേരം. ആ പാട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഊഞ്ഞാലിലാടുന്നേ
മക്കളെ ഞാൻ ഊനാലിലാടുന്നു. ഞാൻ പിന്നെ കരയാനും പറയാനും ആനന്ദോറന്നിരയ്ക്കാനും നീയല്ലാതാരുമില്ല കോണി. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം കരയണമെൻ ചൊരിയണമെൻ്റെ തമ്പുരാനി. രണ്ട് പാട്ട് അടിപൊളിയല്ലേ? അപ്പോൾ ചാമ്പക്കൊക്കെ ഉണ്ട് പൊന്നു മക്കളെ. അതേ എന്താണെന്ന് വെച്ചാൽ പറയാൻ അത് കഴിക്കാനാവുമ്പത്തിനൊക്കെ ഓരോരോ കിളികൾ വന്ന് കൊത്തി തിന്നിട്ടോ. പിന്നെ എല്ലാതും ഉണ്ട്, പഴവർഗ്ഗങ്ങളൊക്കെ അതിൽ ചാമ്പക്ക ഉണ്ട്. അതുപോലെ അത് ആപ്പിൾ ചാമ്പക്കയാണ്. ഇതാണ് എന്താ. അപ്പോൾ എല്ലാവരും കടന്നുറങ്ങുകയാണോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കളെ? അപ്പോൾ ഊനാലിലൊക്കെ ഇങ്ങനെ ആടി സുഖമായിട്ട് ഇങ്ങനെ പുറത്തിരിക്കാനാണ്. അപ്പോൾ ഉള്ളിലൊന്നും ആരും ഇരിക്കൂലേ. ഉച്ചക്ക് ഉറങ്ങാമെന്ന് വെച്ചാൽ ഉച്ചക്ക് ഉറക്കവും വരുന്നില്ല. ഫാനിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോൾ നീരിറങ്ങും ചെയ്യാണ്. പിന്നെ അത് കിടക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ പിന്നെ ഒരു മന്ദപ്പിക്കാരം നീക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറേ ലേറ്റായിട്ടാണ് ഞങ്ങൾ വന്നത്. പുഴയൊക്കെ ഉണ്ട് ഇവിടെ. പുഴയൊക്കെ പോകണം. പുഴയൊക്കൊന്നും ഇപ്പോൾ ആരും കുളിക്കാൻ പോയില്ല. അപ്പോൾ ഞാനൊക്കെ പുഴയൊക്കെ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ പേടിയാണ്. എന്താ പറയുക, അവിടെ പാലം വന്ന ശേഷം പൊയ്ക്കൊന്നും പോവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും വേണം, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ വേണം കേട്ടോ. നിങ്ങൾ ലൈവിലിപ്പം ഞാൻ അങ്ങനെ വരില്ല. എനിക്ക് ലൈവിൽ വല്ലാതെ വരുന്നത് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം ഇന്നലെ ഒരു വിളിച്ച് പറഞ്ഞായിരുന്നു. അത് എവിടെ എന്ന് പറയുമോ, കുറേ ആൾക്കാർ വിളിക്കണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്കാർ പ്രമോഷൻ പറയുന്നുണ്ട്. പൈസയുടെ കാര്യം പറയുമ്പോൾ പോലെ പിന്നാക്കം നിൽക്കുകയാണ്. പൈസ ഇല്ലാതെ പ്രമോഷൻ ചെയ്യാറില്ല ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ അത് പറഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഫോൺ കട്ടാക്കിയിട്ട് പിന്നെ ഇതുവരെ വിളിച്ചേ ഇല്ല. അവർക്ക് വേണമെങ്കിൽ വിളിക്കട്ടെ, എത്ര ഉള്ളൂ. കുറേ ആൾക്കാർക്ക് പ്രവാസികൾ തന്നെ ചിലപ്പം പൈസ ഇല്ലാതൊക്കെ ചെയ്യാൻ പറയും. പൈസ ഇല്ലാതെ ആർക്കും ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാവുമ്പോൾ പൈസക്ക് മാത്രം നമുക്കൊരു വരുമാന മാർഗ്ഗമാണിത്. അപ്പോൾ നിങ്ങൾ പ്രമോഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോ. ഷമീർ ഷാനു ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ ഷമീർ ഷാനു ഒഫീഷ്യൽ ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം. അതിൽ പോയിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഷമീർ ഷാനു ആണ് കേട്ടോ അറ്റൻഡ് ചെയ്യണതും എല്ലാവരും ഹാൻഡിൽ ചെയ്യണതൊക്കെ ഷമീർ ഷാനു ആണ്. അപ്പോൾ അവർക്കാണ് എല്ലാ എൻക്വയറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നെ നേരിട്ട് വിളിക്കാറില്ല. ഞാൻ അവൻ്റെ പേരിലാണ് എല്ലാതും ഇതിരിക്കണത്. എന്നുവെച്ചാൽ എനിക്കത് നോക്കാനും സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. യൂട്യൂബിൻ്റെ എല്ലാ സകല ഉത്തരവാദിത്വം മൂപ്പര് തന്നെയാണ്. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. നമ്മളൊരു കുഞ്ഞാങ്ങളായിട്ട് കൂടെ നിൽക്കുന്നത് വളരെ സന്തോഷമല്ലേ. അങ്ങനെ ഒരാളെ കിട്ടാനും ഇപ്പോൾ വലിയ പാടാണ്. ഞാൻ ആകെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു താങ്ങായിട്ടും തണലായിട്ടും ഉണ്ട ഒരാളാണത്. എന്തായാലും അങ്ങനെ കൂടെ നിൽക്കാനൊരു കുഞ്ഞാങ്ങളെ കിട്ടിയെന്ന് പറയാം. ആ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. എൻ്റെ വലിയമ്മക്കും വരുത്ത ഇഷ്ടം തന്നെയാണ് അതിന്. പിന്നെ മുർഷിമോൻ എന്ന് പറഞ്ഞാൽ എനിക്കും നേരമില്ല, പുള്ളറ്റുമാനക്കാർക്കും നേരമില്ല. എല്ലാവരും ഓരോ തിരക്കിൽ തന്നെയല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം കായ്ക്കണം മുരിങ്ങ കേട്ടോ. ഒക്കെ വെട്ടിക്കളഞ്ഞ നല്ല മുരിങ്ങയാണ്.
എവിടെ പോയാലും എനിക്ക് ഊഞ്ഞാലാടണം, അതൊരിഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ പിന്നെ മൂച്ചിമ്മലോ അല്ലെങ്കിൽ പ്ലാവുമ്മലോ കെട്ടിയിട്ട് ഒരു മടക്കനയുടെ തണ്ടിൽ ഊഞ്ഞാലാടിയ കുട്ടിക്കാലത്തൊക്കെ എത്രമാത്രം ഊഞ്ഞാലാടുക. പെരുന്നാൾ വന്നാൽ ഊഞ്ഞാലാടലും അതുപോലെ പിന്നെ വട്ടം വട്ടം നാരങ്ങ കളിക്കലും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊത്തം ഫോണിലാണ് കളി. പക്ഷേ ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ് ലെയിമല്ല സോറി ഗെയിം എന്ന് പറയണത് ലെയിമല്ല ഗെയിം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ സകല കുട്ടികളെ കണ്ണിനും കേടും പല അസുഖങ്ങളും വരുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത് അതൊരു ഒരു അത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾ ഇത് നശിക്കുകയാണ്, ഫോണ് കണ്ടിട്ടും അവരെ കണ്ണും കാര്യങ്ങളൊക്കെ നശിക്കുകയാണ്. അപ്പം ഞാൻ ഈ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, ഈ ഊഞ്ഞാലും വരുന്ന ആടുമ്പോൾ എനിക്ക് പഴയ കാര്യം ഓർമ്മ വരുന്നത്. ഞാനൊക്കെ ഊഞ്ഞാലൊക്കെ അതുപോലെ ടി വി മാളുട്ടിയുടെ സിനിമ കാണാനൊക്കെ അവിടെ അയൽവാസിയോടൊക്കെ പോയി കണ്ടിരുന്നു കേട്ടോ, കിളിക്കാൻ പെട്ടിയൊക്കെ. അന്നൊക്കെ ഭയങ്കര രസമാണ് പൊന്നുമക്കളെ. അന്ന് വട്ടം വട്ടം നാരങ്ങ കുളവർ അതുപോലെ പിന്നെ ഒരു മുട്ടുസൂചി പാത്തച്ചിട്ട് ഒരു കളിച്ചലുണ്ട്. അങ്ങനെയുള്ള കളികളൊക്കെ കളിച്ച് പിന്നെ നമ്മൾ നുള്ളമ്പായത്തിന് പോവുക, അതുപോലെ പുളിങ്ങാക്കൂരി ചുട്ട് തിന്നുക, അതുപോലെ എന്താണ് കശുവണ്ടി മാവിൻ്റെ ഇത് കശുവണ്ടി മാവ് ചുട്ട് തിന്നുക, പിന്നെ മാങ്ങൻ്റെ ഇത് അണ്ടിപ്പരിപ്പ് പറങ്കിയാങ്ങ. അതുപോലെ നമ്മൾ വെറ്റില ഓർക്കുക പറഞ്ഞിട്ട് തെങ്ങിൻ്റെ വേരും അതുപോലെ ഒരു ഇതൊക്കെ വേണം അച്ചിങ്ങ കൊണ്ടൊക്കെ എന്നിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ചും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ പിലായില വെച്ചിട്ട് നമ്മൾ എന്താണ് കയ്യിലുണ്ടാക്കുക, കഞ്ഞിക്കൈയിലുണ്ടാക്കും, അതുപോലെ പാത്രം ഉണ്ടാക്കും, തൊപ്പി ഉണ്ടാക്കും. അങ്ങനത്തെ കാലഘട്ടമൊക്കെ ഇപ്പോൾ എവിടെ? ആ കൗമാരപ്രായം തിരിച്ച് വന്നെങ്കിൽ ഞാൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ തിരിച്ച് വരാൻ കഴിയില്ലല്ലോ. അതുപോലെ നമുക്കൊന്നായാലോ, അതിന് കുറച്ച് കൂട്ടുകാരികളൊക്കെ കിട്ടിയിട്ട് നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും. ഭയങ്കര പേടി തോന്നുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മളെ ഈ ദുനിയാവ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പ്രവൃത്തി ഓരോരുത്തരും മരണപ്പെടുന്നു. അതപ്പോൾ ഇന്നലെ പട്ടാമ്പിയർച്ചക്ക് ഒരാന അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും നിരക്കാത്ത കാര്യങ്ങളാണ്. ആനേനെ നേർച്ചക്ക് കൊണ്ടുവരണമെന്നും തെറ്റാണെന്നാണ്. ആന ഒരാളെ കുത്തി മരിച്ചു എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട് ഊഞ്ഞാൽ, സൂപ്പർ ഊഞ്ഞാലല്ലേ. ഇങ്ങനെ ആടിയിട്ട് ഊരി തീരുന്നില്ല എൻ്റെ പൊന്നു മക്കള്. ഇവിടെ ഹൈവേറോടെ റോഡിൽ കൂടെ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ട് എൻ്റെ പൊന്നേ. പാട്ട് നിർത്തി ഞാനൊന്ന് നിൽക്കുകയാണ്. കുട്ടികളൊക്കെ പാടെ ആടിയിട്ട് ഇവിടെ ഒരു പലക വെച്ചിരുന്നൊക്കെ പോയിക്കണം. പലക ഇപ്പം ഞടിച്ചിടണം ഇതേപോലെ. പോയ റോട്ടിന് പോയാലോ, പൊയ്ക്ക് പുഴ കാണിച്ചു തരാം. പൊയ്ക്കോ ഉള്ള റോഡിൽ കേട്ടോ.
നല്ല കളർ ചെടി, പിന്നെ ചിക്കുത കണ്ട നടത്തുവാനായിരുന്നു. അപ്പം നമ്മൾ പുഴയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പുഴ കാണാൻ പുഴയൊക്കെ പോയിട്ട് ഒരു കൊല്ലത്തോളം ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴൊന്നും പുഴ നമ്മൾ കണ്ടിട്ടുമില്ല. ഒക്കെ വീടുകളുണ്ട് കേട്ടോ, നിറയെ വീടാ. പുഴയ്ക്ക് ഇങ്ങനെ നടന്ന് പോണ കാഴ്ച കേട്ടോ ഈ കണ്ടോണ്ടിരിക്കണം. അധികം പെണ്ണുങ്ങളൊന്നും ഇറങ്ങില്ല കേട്ടോ പുഴയിൽ. ഇപ്പം എല്ലാവർക്കും സൗകര്യം കൂടിയ കാരണം തന്നെ പുഴയിൽ ഇറങ്ങാൻ എല്ലാവർക്കും പേടിയാണ്. അലക്കാൻ മാത്രമേ ഇറങ്ങാറുള്ളൂ കേട്ടോ, വേറൊന്നും ഇപ്പം ഇറങ്ങാറില്ല. അപ്പോൾ നമ്മൾ പോയിത്തെ കാഴ്ചകളാണ് പോണത് കാണുന്നത്. ഇവിടെ നല്ല തോട്ടങ്ങളാട്ടോ, കവുങ്ങും തോട്ടം അതുപോലെ വാഴത്തോട്ടങ്ങളൊക്കെയാണ്. പോയിക്ക് പോകാനൊക്കെ നല്ല ത്രില്ലാണ്. പക്ഷേ ഒറ്റയ്ക്കാവുമ്പോൾ പേടിയാണല്ലോ, നീർക്കോലി നീർനായൊക്കെ ഉണ്ടാവും എന്നുള്ള പേടിയുണ്ട്. പിന്നെ അവിടെ ഷർപ്പുണ്ടാവും. ഹലോ, പൊയ്ക്ക് എത്താറായിട്ട് പൊന്നു മക്കളെ. പുഴ കടന്ന് നമുക്ക് അവിടെ അക്കരെ പോയി ഒക്കെ വെള്ളം കൂടുതലുണ്ടാവുന്നേ. നമ്മൾ പുഴയിൽ ഏത് അതിർത്തിയിലെത്തിക്കുന്നേ. ഇവിടെയൊക്കെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വെച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ ആകെ ഒരു കാട് പിടിച്ചൊരവസ്ഥയിലാണ് കേട്ടോ. കാണില്ല നിങ്ങൾ? നേരത്തെ പുഴയൊന്നും കണ്ടില്ല. ഞങ്ങളെ കടവുതാ. അധികം വെള്ളമില്ലാന്ന് തോന്നുന്നത്. ഇറങ്ങിയിട്ട് തന്നെ കാണാൻ നോക്കല്ലേ. വെള്ളം കുറച്ച് വെള്ളമുള്ളൂ മക്കളെ പൊയ്യിൽ. കോരൊക്കെ ഉണ്ടാവും, കോരൊക്കെ പിടിക്കാൻ പറ്റും. കോരൊക്കെ ഉണ്ടാവും ഇവിടെ. കണ്ടില്ല ഞങ്ങൾ പുഴ? ഞങ്ങളെ പുഴയുടെ തീരത്താണ് നമ്മളുള്ള കുറേ പാറക്കല്ലിട്ടാ ഇവിടെ ഞങ്ങൾ തിരുമ്പീനത്. ആ പാറമ്പക്ക് പോയാൽ തിരുമ്പലും ഒലുമ്പലും ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാ കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയിട്ട് പൊന്നേ. ചക്കര വാവളേ, നിങ്ങളെവിടെ? മീൻ കണ്ട ചക്കരേ? കടുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ഇനി ഒരു ദിവസം കടുക്ക പിടിക്കാൻ വരണം. അധികം വെള്ളമൊന്നുമില്ല, ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ. വെള്ളത്തേക്കൊന്ന് ഇറങ്ങിത്തരാം. ചെരുപ്പിടാതെ ഇറങ്ങാനും പറ്റില്ല. ആ പാലം അതാണ് പാലവഴിക്കുളപ്പ് പാലം, കുപ്പൂത്ത് ആ വരുന്ന പാലം കേട്ടോ. അങ്ങനെ കണ്ടാടി നിങ്ങൾ. ഇതാണ് വളപുരം സെലൂക്കിഷൻ വളപുരത്തിൻ്റെ നാട്ടിലുള്ള പുഴ. നിങ്ങളെല്ലാവരും ഈ പുഴയിലേക്ക് വരൂ. സെലൂക്കിഷൻ വളപുരത്തിൻ്റെ നാടാണിത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.